PSC എക്സാമുകളിലൊക്കെ ചോദിക്കുന്നതാണ് ഹരിത വിപ്ലവത്തെ പറ്റി. അപ്പൊ നമുക്ക് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഹരിത വിപ്ലവം എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള്, അതുപോലെ രാസവളങ്ങള്, കീടനാശിനികള് എന്നിവയുടെ ഉപയോഗം വഴി കാർഷിക മേഖലയിൽ ഉണ്ടായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള്, കീടനാശിനി, രാസവളങ്ങള് എന്നിവയുടെയൊക്കെ ഉപയോഗം വഴി കാർഷിക മേഖലയ്ക്കുണ്ടായ പുരോഗതിക്കാണ്, ഗണ്യമായ പുരോഗതിക്കാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം എന്നറിയപ്പെടുന്നത് മെക്സിക്കോയാണ്. വർഷം 1944 മെക്സിക്കോയില് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ഏതാണെന്ന് എക്സാമിനൊക്കെ ചോദിക്കാവുന്നതാണ്. വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 1966 അതുപോലെ തന്നെ അതായത് മെക്സിക്കോയിലെ ഹരിത വിപ്ലവം തുടങ്ങിയ വർഷം എന്ന് പറഞ്ഞിരിക്കുന്നത് 1944 എന്നാൽ ഇന്ത്യയിൽ എപ്പോഴാണ്? 1966 ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവുണ്ടായ വിള ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗോതമ്പാണ്. ഓക്കെ, നെക്സ്റ്റ്, ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും നേട്ടം കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഞ്ചാബ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ MS സ്വാമിനാഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഫാദർ ഓഫ് ഇക്കോണമിക് ഇക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? MS സ്വാമിനാഥൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഭക്ഷ്യക്ഷാമം ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, തുടർച്ചയായ വിളവ് ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ വനവൽക്കരണം വർദ്ധിപ്പിക്കുക, ഭക്ഷണ സാധനങ്ങൾക്ക് ആവശ്യമായിട്ട് എന്താണ് വനങ്ങളൊക്കെ അതായത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, അതുപോലെ സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നിവയൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളായിട്ട് കരുതപ്പെടുന്നത്. അപ്പൊ ഈ വ്യക്തികളുടെ നെയിംസ് അതുപോലെ തന്നെ ഈ രാജ്യങ്ങള്, ഇയർ ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ.